ജബൽപൂരിൽ വൈദികനെ മർദ്ദിച്ച സംഭവം ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ മുഖത്തേറ്റ അടിയാണെന്ന് തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ചർച്ച് ബില്ല് കാണിച്ച് ആരും ഭയപ്പെടുത്തേണ്ടതില്ലെന്നും ജോസഫ് പാംബ്ലാനി വ്യക്തമാക്കി. കർഷകരുടെ നന്മയ്ക്കു വേണ്ടി ആസിയാൻ കരാർ തിരുത്തണമെന്ന് താമരശ്ശേരി ബിഷപ്പ് റമജിയോസ് ഇഞ്ചനാനിയൽ പറഞ്ഞു. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ കത്തോലിക്ക കോൺഗ്രസ് സംഘടിപ്പിച്ച അവകാശ പ്രഖ്യാപന റാലി ഉദ്ഘാടനം ചെയ്താണ് തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ജബൽപൂർ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. മലയാളി വൈദികൻ ജോർജിന്റെ മുഖത്തേറ്റാടി രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ തിരുമുഖത്താണ് കൊണ്ടതെന്ന് ബിഷപ്പ് പാംബ്ലാനി പറഞ്ഞു. ജബൽപൂരില് ഒരു ക്രൈസ്തവ വൈദികന്റെ കരണത്ത് ചില വ്യക്തികൾ അടിച്ചപ്പോൾ ആ അടിയേറ്റത് കേവലം ജോർജ് എന്ന വൈദികന്റെ കരണത്ത് മാത്രമല്ല, ആ അടിയേറ്റത് ഭാരതത്തിന്റെ മതേതരത്വത്തിന്റെ തിരുമുഖത്താണ് എന്ന സത്യം തിരിച്ചറിയാൻ തക്ക വിവേകം ഇവിടുത്തെ സമുദായത്തിനുണ്ട് എന്നുള്ള സത്യം ഏവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ചർച്ച് ബിൽ കാണിച്ച് ആരും ഭയപ്പെടുത്തേണ്ട. സഭ എന്തെങ്കിലും സ്വരുക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിയതാണെന്നും ഓർഗനൈസർ ലേഖനത്തിന് മറുപടിയായി ബിഷപ്പ് ജോസഫ് പാംബ്ലാനി വ്യക്തമാക്കി. സഭ എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടിയിട്ടുണ്ട് എങ്കിൽ അത് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഞങ്ങളുടെ ജനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ വിലയാണത്. അതുപോലെ തന്നെ ആഗോള സഭയുടെ കൂട്ടായ്മയിലൂടെ നൽകപ്പെടുന്നതാണത്. അതുകൊണ്ട് ഏതെങ്കിലും ബില്ല് വന്നാൽ അന്യായമായി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുള്ളവർക്ക് ഭയപ്പെടേണ്ടതുള്ളൂ. ചർച്ച് ബില്ലിൻ്റെ പേരിൽ സഭയ്ക്ക് പ്രത്യേകിച്ച് ഭയമൊന്നുമില്ല. കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി ആസിയാൻ കരാർ തിരുത്തണമെന്ന് റാലിയിൽ സംസാരിച്ച താമരശ്ശേരി ബിഷപ്പ് റമജിയോസ് ഇഞ്ചനാനിയൽ പറഞ്ഞു. കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലായത് ആസിയാൻ കരാർ വന്ന ശേഷമാണെന്നും താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞു. നമ്മുടെ ഈ കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് ആസിയാൻ കരാർ തിരുത്തിക്കൂടാ? നമ്മുടെ ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ് ആസിയാൻ കരാർ തിരുത്തണം. ആസിയാൻ കരാർ വന്നതിന് ശേഷമാണ് നാം കാർഷിക മേഖലയിൽ ഇതുപോലുള്ളൊരു തകർച്ച നാം നേരിടുന്നത്. നമ്മുടെ ഒരു വിളവിനും തന്നെ വിലയില്ലാതായി തീർന്ന് വലിയ വേദനയിലേക്ക് നാം എത്തിച്ചേർന്നു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് ആസിയാൻ കരാറിൽ ഒപ്പുവെച്ചത്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച അടക്കം എടുത്തു പറഞ്ഞ് ഇടതുപക്ഷം കരാറിനെതിരെ അന്ന് ശക്തമായി രംഗത്ത് വന്നിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.